LSM പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓളെ ചിരിച്ചിരിക്കുന്ന മുഖമാണ് ഫോൺ തുറന്നാടാൻ കാണുന്നത്. ഓള് പോയിന്നാ അപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഓളെ പേരൻസിന് ആരും എവിടെയും കണ്ടിട്ടില്ല, പേരൻസിനെ കിട്ടിയിട്ടില്ല. പിന്നെ മെന്നാനാണ് ഓളെ പേരൻസിനൊക്കെ കിട്ടി എന്നുള്ളതൊക്കെ കിട്ടിയിരിക്കുന്നത്. +2 പഠിച്ചൊരു കുട്ടീനെ വീട് പോയിട്ട് ഇവിടെയാണെന്ന് പറഞ്ഞു. അപ്പം അച്ഛനും അമ്മക്കൊക്കെ വീണിട്ട് പരിക്കൊക്കെ ഉണ്ടായിട്ട് ഒരു വേറെ ക്യാമ്പിലാണ്. അപ്പോൾ ഓൾക്ക് ഫാമിലി മെമ്പേഴ്സൊക്കെ പൊതുവെ കുറവാണ് തോന്നുന്നത്. അവനോട് ആരും ഇല്ലല്ലോ. അപ്പം നമ്മൾ വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ വേണ്ടി തോന്നിയില്ല. ഇപ്പം വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവണം അത്രയും ഒരു കരച്ചിലോ. അപ്പം എനിക്ക് തോന്നി നമുക്ക് ഇട്ടിട്ട് പോകാൻ തോന്നില്ല. ഞങ്ങൾക്ക് പറ്റണ പോലെ എന്തെങ്കിലും ചെയ്തു കൊടുക്കാന്നുള്ളൊരു ഇതായി. അപ്പോൾ ഓളെ കൂടെ അവിടെ വളണ്ടിയേഴ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓളെ കൂടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഇവിടെങ്കിലും നിൽക്കാം. അപ്പോൾ ഇവിടെ അന്ന് ഞങ്ങൾ വന്നു ഇവിടെ പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുക, ഇവർക്ക് പറ്റണ പോലെ ചെയ്തെടുക്കും. ഒരു ദിവസം പോലും ഞങ്ങൾ വിടാതെ ഞങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ ദിവസവും. ഇവിടെ ഒരു അമ്മ ഉണ്ട്, അതിൻ്റെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അതിന് കണ്ണൊന്നും അങ്ങനെ കാണൂല. അതിൻ്റെ ക്ലാസ് പിന്നെ കണ്ണിലൊറ്റിക്കുന്ന മരുന്ന് ഒക്കെ മിസ്സാണ്. അത് എൻ്റെ അടുത്ത് ഇന്നലെ വൈകുന്നേരത്ത് എൻ്റെ അടുത്ത് പറയാം, എനിക്ക് മോളെ ഒന്ന് പറയോ, എനിക്ക് അവിടെ പോകാൻ പേടിയാണ്, ഞാൻ ഒറ്റക്കാണ്, എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല, കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ഈ ക്യാമ്പിന് ഞാൻ പോകേണ്ടി വരും, അതുകൊണ്ട് എനിക്കങ്ങനെ പറ്റൂല, എനിക്ക് പേടിയാണ്. അത് സത്യം തന്നെ കേട്ടപ്പോൾ ഇന്നും കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ അവിടെ വളണ്ടിയാണ്, എനിക്ക് സാധനം എടുത്ത് കൊടുക്കാൻ അതിന് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അമ്മേൻ്റെ എനിക്ക് ഇന്നലെ യാത്രയൊന്നും സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നില്ല. രാവിലെ നീച്ചിട്ട് ഈ ഓടി വരുന്ന വേറെ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല. ഇവരെ കാണുമ്പോൾ ഇവരെ സമാധാനിക്കുക സന്തോഷം. ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും എന്തൊരു പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെ തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി മരിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ആരും ഇവരൊക്കെ കൂടെ ഉണ്ടാവും.